കേരള യൂണിവേഴ്സിറ്റി ബികോം ഫസ്റ്റ് സെമസ്റ്റർ അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾ ആൻഡ് സ്റ്റാൻഡേർഡ്സ് എന്ന സബ്ജക്റ്റിൻ്റെ 2 മൊഡ്യൂൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇൻട്രൊഡക്ഷൻ മൊഡ്യൂളും രണ്ടാമതായിട്ട് ഡിപ്രീസിയേഷൻ ഈ 2 മൊഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ പുതിയ എക്സാം പാറ്റേൺ, അതായത് നിങ്ങൾക്കറിയാം ഈ ഒരു രീതിയിലാണ് ഇനി ക്വസ്റ്റ്യൻസ് വരുന്നത്. നമുക്ക് ഈ ഒരു 6 ലെവലിലായിട്ടായിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് വരുന്നത്. അവിടെ റിമെമ്പറിംഗ്, അണ്ടർസ്റ്റാൻഡിംഗ്, അപ്ലൈയിങ്, അനലൈസിങ്, ഇവാലുവേറ്റിംഗ്, ക്രിയേറ്റിംഗ് ഈ രീതിയിലായിട്ടായിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പാറ്റേൺ വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ഒരു PDF ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവരെങ്കിൽ ആ ഒരു PDF പറ്റി അറിയാത്തവരെ സംബന്ധിച്ച് ഇവിടെ ഈ ഒരു ക്ലാസ്സിൻ്റെ ഡിസ്ക്രിപ്ഷൻ, നമ്മുടെ ഈ ഒരു ക്ലാസ്സിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇപ്പോൾ ഡിപ്രീസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസിൻ്റെ PDF വയ്ക്കും. ആ സെയിം ലിങ്കിൽ തന്നെ ഫസ്റ്റ് മൊഡ്യൂളും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് മൊഡ്യൂളിലേക്ക് വേണ്ടിയായിട്ട് വേറൊരു PDF നോക്കണ്ട. ഈ പറയുന്ന ഡിപ്രീസിയേഷൻ നമ്മുടെ ഈ ഒരു ക്ലാസ്സിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാനിപ്പോൾ ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ട്. ആ ലിങ്കിനകത്ത് നമ്മുടെ ആദ്യത്തെ 2 മൊഡ്യൂളിൻ്റെയും ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂൾ ആദ്യത്തെ 2 മൊഡ്യൂളിൻ്റെയും പോസിബിൾ ക്വസ്റ്റ്യൻസ് ഞാൻ ഈ രീതിയിൽ തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്ന ഇതാണോ, ഇപ്പോൾ അപ്ലൈയിങ് എന്ന ലെവലിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ആ ലെവലിൽ തന്നെ ആൻസർ ചെയ്യണം. അതാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ എല്ലാ ക്വസ്റ്റ്യനും ഇറ്റ് മീൻസ് എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് കാര്യമില്ല. ഇപ്പോൾ വാട്ട് ഡു യു മീൻ ബൈ എന്നാണ് ഒരു ക്വസ്റ്റ്യൻ എങ്കിൽ ഇറ്റ് മീൻസ് എന്ന് പറഞ്ഞ് തുടങ്ങാം. പക്ഷേ അനലൈസ് ദ ഫോളോയിങ് എന്ന് വല്ലതും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളത് എങ്ങനെ അനലൈസ് ചെയ്യുന്നു, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആൻസർ എഴുതേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഓൾറെഡി ഫസ്റ്റ് മൊഡ്യൂളിനകത്താണ് തിയറി കൂടുതലായിട്ടുള്ളത്. അപ്പോൾ അവിടെ ഞാൻ PDF തന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഡിപ്രീസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട ഈ PDF നിങ്ങൾക്ക് ഇവിടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ ജസ്റ്റ് വാട്സാപ്പിൽ PDF വേണമെന്ന് ആവശ്യപ്പെട്ടാൽ ഞാൻ ആ ലിങ്ക് അങ്ങോട്ട് ഇട്ട് തരാം. ഓക്കെ, സോ അപ്പോൾ ഈ ഒരു നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഈ നമ്പറിൽ ജസ്റ്റ് PDF വേണമെന്ന് പറഞ്ഞാൽ ആദ്യത്തെ 2 മൊഡ്യൂളിൻ്റെ PDF ഒറ്റ ലിങ്കായിട്ടാണ്. ഒറ്റ ലിങ്കിൽ തന്നെ 2 PDF ഉണ്ട്. ഓക്കെ, സോ ഞാനിവിടെ 1-2 സാമ്പിൾ ക്വസ്റ്റ്യൻസ് കാണിച്ചു തരാം ഡിപ്രീസിയേഷന് ബന്ധപ്പെട്ട്. ഇപ്പോൾ 1 മാർക്കിൻ്റെ നമുക്ക് റിമെമ്പറിംഗ് ലെവൽ വരും. 1 മാർക്കിനകത്ത് റിമെമ്പറിംഗ് ലെവൽ എന്ന് പറയുമ്പോൾ 1 വേർഡ് ആൻസർ ആയിരിക്കും. അപ്പോൾ വാട്ട് ടൈപ്പ് ഓഫ് അസെറ്റ് ഇൻക്ലൂഡ്സ് മെഷീനറി. മെഷീനറി എന്ന് പറയുന്നത് നമുക്ക് ഏത് ടൈപ്പ് അസെറ്റ് ആയിട്ട് പറയാം? ദാറ്റ് ഈസ് ടാഞ്ചിബിൾ അസെറ്റ്. ആ ഒരു വാക്ക് എഴുതിയാൽ മതി. നിങ്ങൾ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും പോകണ്ട. ജസ്റ്റ് 1 വേർഡ് ആൻസർ ആണെങ്കിൽ ഒരൊറ്റ വാക്ക് എഴുതിയാൽ മതി, 1 മാർക്ക് കിട്ടും. ഓക്കെ, ദെൻ റിമെമ്പറിംഗ് മാത്രമല്ല അണ്ടർസ്റ്റാൻഡിംഗ് ലെവലിൽ നിന്നും 1 മാർക്കിന് വരാം. വാട്ട് ഈസ് ദ മെത്തേഡ് ഓഫ് ഡിപ്രീസിയേഷൻ ദാറ്റ് റെഡ്യൂസസ് ദ അസെറ്റ്സ് വാല്യൂ മോർ ഇൻ ഇനീഷ്യൽ ഇയേഴ്സ്. ദാറ്റ് ഈസ് ഇനീഷ്യൽ ഇയറിൽ തുടക്കത്തിൽ വലിയ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷനും പിന്നീട് അങ്ങോട്ട് ചെറിയ എമൗണ്ട് വരുന്ന മെത്തേഡ് ഏതാണ്? ഡിമിനിഷിംഗ് ആണ്. കാര്യം ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് എന്ന് പറയുമ്പോൾ എല്ലാ വർഷവും ഒരുപോലല്ലേ. ചോദ്യം വായിച്ച് മനസ്സിലാക്കണം. ഇറ്റ് ഈസ് ആൻ അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ. നിങ്ങൾ പഠിച്ച കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ്, അല്ലാതെ വാട്ട് ഡു യു മീൻ ബൈ അല്ല. വാട്ട് ഈസ് ദ മെത്തേഡ് ഓഫ് ഡിപ്രീസിയേഷൻ ദാറ്റ് റെഡ്യൂസസ് ദ അസെറ്റ്സ് വാല്യൂ മോർ ഇൻ ഇനിഷ്യൽ ഇയർ എന്നാണ് ചോദിക്കുന്നത്. ഇനിഷ്യൽ ഇയറിൽ, അതായത് തുടക്കത്തിൽ വലിയ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ വരും. തുടക്കത്തിൽ വലിയ എമൗണ്ട് ആയിരിക്കും, പിന്നീട് അങ്ങോട്ട് പോകുന്തോറും ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് കുറഞ്ഞു വരുന്ന മെത്തേഡ് ഏതാണ്? ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡാണ്. ഇങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, ദെൻ അടുത്ത നമുക്ക് വെരി ഷോർട്ട് ആൻസർ വന്നാൽ 2 മാർക്കിന് വന്നാൽ വാട്ട് ഈസ് ദ കീ ഡിഫറൻസ് ബിറ്റ്വീൻ ടാഞ്ചിബിൾ അസെറ്റ് ആൻഡ് ഇൻടാഞ്ചിബിൾ അസെറ്റ്. ഇത് ഞാൻ വെറുതെ ഒരു ക്വസ്റ്റ്യൻ വെച്ചിരിക്കുവാണ്. അപ്പോൾ 2 മാർക്കിന് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം. ദെൻ അതിൽ തന്നെ ഈ 2 മാർക്കിൽ തന്നെ അപ്ലൈ വരും. ഹൗ ഡു യു അപ്ലൈ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് ടു കാൽക്കുലേറ്റ് ഡിപ്രീസിയേഷൻ. എങ്ങനെയാണ് ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്? ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്? അസെറ്റിൻ്റെ വിലയെ നമ്മുടെ റേറ്റ് തന്നിരിക്കും. ആ റേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഡിപ്രീസിയേഷൻ കിട്ടും. അത് ഓരോ വർഷവും കുറച്ച് എടുക്കുക. ഓക്കെ, ദെൻ ഷോർട്ട് ആൻസറിലേക്ക് വരുമ്പോൾ നോക്കൂ, ഈ ഷോർട്ട് ആൻസർ തൊട്ട് ഈ 4 മാർക്കിനും ഇനി അങ്ങോട്ടൊരു വെരി ലോങ് ആൻസർ ഉണ്ട്, 6 മാർക്ക്. ഇതൊരു പ്രോബ്ലം മൊഡ്യൂൾ അല്ലേടോ. ഡിപ്രീസിയേഷൻ ഒരുപാട് കണക്കൊക്കെ ചെയ്യാനില്ലേ. അപ്പോൾ ഈ 4 മാർക്കിൻ്റെയും 6 മാർക്കിൻ്റെയും മിക്കവാറും പ്രോബ്ലംസ് എക്സ്പെക്ട് ചെയ്യാം. എങ്കിലും ഞാൻ നിങ്ങളിപ്പോൾ ഡൗൺലോഡ് ചെയ്യത്തില്ലേ, PDF എടുത്ത് നോക്കത്തില്ലേ, ആ PDF-നകത്ത് കുറേ തിയറി ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ PDF-നകത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. എന്നിരുന്നാലും ഇവിടുന്ന് അങ്ങോട്ടത് പ്രോബ്ലം മൊഡ്യൂളാണ്. അപ്പോൾ അവിടെ നമുക്ക് 4 മാർക്കിനും 6 മാർക്കിനും പ്രോബ്ലംസ് എക്സ്പെക്ട് ചെയ്യാം. പ്രോബ്ലംസ് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതാ ഞാൻ പറയുന്നത്, ക്ലാസ്സുകളെല്ലാം ഞാൻ തന്നിട്ടുണ്ട്. ഡിപ്രീസിയേഷൻ്റെ 2 മെത്തേഡും പഠിപ്പിച്ചിട്ടുണ്ട്. അസറ്റിൻ്റെ അഡീഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പഠിപ്പിച്ചിട്ടുണ്ട്. സെയിലുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പഠിപ്പിച്ചിട്ടുണ്ട്. അസറ്റ് ഡിസ്പോസൽ അക്കൗണ്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ചേഞ്ച് ഓഫ് മെത്തേഡ്, നമ്മുടെ മെത്തേഡ് ചേഞ്ച് ചെയ്യുന്നതെല്ലാം നമ്മൾ പഠിപ്പിച്ചു. ഓക്കെ, അപ്പോൾ 4 മാർക്കിനും 6 മാർക്കിനും വേണമെങ്കിൽ ഈ രണ്ടാമത്തെ മൊഡ്യൂളിൽ നിന്നും പ്രോബ്ലംസ് ചോദിക്കാം. അതുകൊണ്ട് ഞാനിവിടെ പ്രോബ്ലംസ് നമ്മൾ PDF വെച്ചിട്ടില്ല. ഒരു ടെക്സ്റ്റ് നോക്കിയാലും മതി, അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ് നോക്കിയാൽ മതി. പക്ഷേ ചോദിക്കാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുന്ന കുറച്ച് തിയറി ക്വസ്റ്റ്യൻസ് ഞാൻ ആ PDF-ൽ വെച്ചിട്ടുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ക്ലാസ്സിൻ്റെ നമ്മൾ ഈ കേൾക്കുന്ന ക്ലാസ്സിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ആ PDF-ൻ്റെ ലിങ്ക് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ ഫസ്റ്റ് മൊഡ്യൂളും കിട്ടും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പർ ജസ്റ്റ് വാട്സാപ്പ് ചെയ്താൽ മതി.
വാട്സാപ്പിൽ ഹായ് ഐ നീഡ് PDF എന്ന് വല്ലതും പറഞ്ഞാൽ മതി. ഞാൻ കൃത്യമായിട്ട് ആ PDF ഇട്ടേക്കാം. ഓക്കെ. സോ എന്തായാലും ആദ്യത്തെ 2 മൊഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 2 മൊഡ്യൂളിൽ നിന്നുള്ള പോസിബിൾ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ.